ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും 2 തരം പെരുന്നാളിൻ്റെ അപ്പവും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാട്ടുവത്തലിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ കുറേ ആൾ കമൻറ്റിൽ മുമ്പ് തന്നെ ചോദിച്ചിരുന്നു എന്നോട് ബാട്ടുവത്തലിൻ്റെ റെസിപ്പി. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ പെരുന്നാൾ ലാസ്റ്റായി എടുത്തിട്ട് ഇതിടാൻ സമയം കിട്ടിയിട്ട് തിരക്കുണ്ടായിന്. അപ്പോൾ ഞാനിവിടെ 2 മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ 2 ടിന്ന് അരി എടുത്തിട്ട് പച്ചരി എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഒരു മുട്ട 2 ടിന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിലേക്ക് 1 മുട്ട, ഇത്രയാണ് കണക്ക്. പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ആവശ്യം ഉപ്പ് നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കൊടുക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഞങ്ങൾ പുതുക്കിയിട്ടെടുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് പുതുക്കിയിട്ടെടുക്കണം, നല്ല വെള്ളമെല്ലാം പറ്റിയിട്ട് ഡ്രൈ ആകുന്നില്ല, അങ്ങനെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ കഴിയുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് ചെറിയൊരു ചൂടാറാൻ വെക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല പാങ്ങലേന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 മുറി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി എന്ന് പറഞ്ഞെങ്കിൽ 1 തേങ്ങേൻ്റെ പകുതി. പിന്നെ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചില ആൾ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ എനിക്ക് അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർച്ചിട്ട് ഇട്ട് കൊടുക്കൽ. അപ്പോൾ നല്ല പാങ്ങല തേങ്ങ എല്ലാം മിക്സ് ആക്കിയിട്ടേറ്റ് ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഫുള്ള് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പത്തലിൻ്റെ പ്രസ്സിൽ ഇതുപോലെ 2-3 വെച്ചിട്ടെല്ലാം ആക്കുക. പിന്നെ കുറച്ച് ദൂരാക്കിയിട്ട് എന്നിട്ട് അതിനെ ഒരു തുണിയിലിട്ടിട്ട് വെക്കുക. കുറേ ആയിട്ടിട്ട് നമുക്ക് ഒന്നാകെ ഇതിനെ ഫ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ തുണിയിൽ ഫുള്ള് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് ഇതിൽ എണ്ണയിൽ ഫുള്ള് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കുക. നല്ലോണം കരിഞ്ഞുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് തന്നെ കുക്കാകുമ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കണം, ഹൈ ഫ്ലെയിമിലൊന്നും ആക്കണ്ട. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ബാട്ടുവത്തൽ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ മുട്ട ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. നല്ലൊരു പിന്നെ ചില ആൾ മുട്ട ചേർക്കാതെ ആക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. എനിക്ക് ഈ മുട്ട ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ബാട്ടുവത്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ സൊറോട്ടൻ്റെയും ചില ആൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി കുഴക്കുമ്പോൾ അതുപോലെ തന്നെ കുഴച്ചിട്ട് എടുത്താൽ മതി. വെള്ളമൊന്നും ലൂസൊന്നും ആക്കണ്ട. അപ്പോൾ നല്ല പാങ്ങല കുഴച്ചിട്ട് എടുക്കാം. 5 മിനിറ്റ് നല്ല പാങ്ങല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം. അതിന് ശേഷം പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതൊന്നുമില്ല. ചപ്പാത്തി കുഴക്കുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയിട്ടെടുക്കണം. പരത്തിയിട്ടിട്ട് ഇതിലേക്ക് എണ്ണ തടവണം. ഇതുപോലെ എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് റവയില്ല, നമ്മളെ റവ ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. അത് നമ്മൾ ഇനി റോളാക്കിയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നമുക്കത് ഇതുപോലെ റോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ചപ്പാത്തി ഞാൻ എല്ലാം ഒന്നാകെ പരത്തിയിട്ട് ഒരു 3 ഫസ്റ്റ് പരത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുത്ത് പിന്നെ ബാക്കിയുണ്ടത് അങ്ങനെ ഞാൻ 5-6 ചപ്പാത്തി പരത്തിയിട്ടായിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് വെച്ചത്. അപ്പോൾ എല്ലാം അങ്ങനെ ആക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടായിട്ട് പിന്നെ ഷുഗർ സിറപ്പിലിട്ട് വെച്ചെങ്കിൽ അത് കുഞ്ഞിക്കാജിയായി. അല്ലെങ്കിൽ നമുക്കത് ഇതുപോലെ പിന്നെ പത്തലിൻ്റെ പ്രസ്സിൽ ഇതാക്കിയെങ്കിൽ നമുക്ക് സൊറോട്ടയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാകെ ഇട്ടിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട്
എല്ലാം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ എണ്ണ തടവിയിട്ട് അങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ചധികം വെക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റ് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എണ്ണയൊക്കെ ഇടുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇട്ടിട്ട് നമുക്ക് കയ്യിലിനോടൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തെങ്കിൽ എല്ലാം വേറെ വേറെ ആയിട്ട് വരും. പിന്നെ ഇതിന് ചില ആൾ സൊറോട്ട, പിന്നെ ചില ആൾ ചിറോട്ടി, സൊറോട്ടി എന്തെല്ലാം പേര് പറയുന്നു. ഓരോരോ സ്ഥലത്ത്, കാസർഗോഡ് തന്നെ ഓരോ സ്ഥലത്ത് ഓരോരോ പേര്. അപ്പോൾ ഇനിയത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടാകുമ്പോൾ നല്ലോണം ഡാർക്ക് ആക്കണ്ട, ഈ ഒരു കളറിൽ തന്നെ മതി. അപ്പോൾ ഇനി എണ്ണയിൽ കോരിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ കോരിയ പാടന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് മുന്നേ വെക്കണം. അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് ഒന്ന് വിതറാനുണ്ട്. അപ്പോൾ ആ ചൂടോടെ തന്നെ വിതറണം. പിന്നെ കുറേ ലേറ്റ് ആക്കിയിട്ട് ഇതാക്കണ്ട. അപ്പോൾ ചൂടോടെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരപ്പൊടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അതിലെല്ലാം നല്ല ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൊറോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പരത്താനും ഇതാക്കാനും മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പുരയിൽ പുള്ളലും ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ പെട്ടെന്ന് റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ 2 പെരുന്നാളിൻ്റെ അപ്പവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.